ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പോഷക ഗുണങ്ങളുള്ള മുരിങ്ങയില വിഭവങ്ങളുടെ 4ാമത്തെ റെസിപ്പിയായ മുരിങ്ങയില പച്ചടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്ത 3 മുരിങ്ങയില വിഭവങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി മാതൃഭൂമിയിലും മലയാള മനോരമയിലും പാചക പങ്ക്തിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുരിങ്ങയില പച്ചടി തയ്യാറാക്കാം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർക്കാം. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ചേർക്കാം. സവാള ഒന്ന് വാടി വന്ന ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു പച്ചമുളക് ചേർക്കാം. നന്നായി ഇളക്കി സവാള ഇളം ബ്രൗൺ നിറമാകുമ്പോൾ മുരിങ്ങയില ചേർക്കാം. ഞാനിവിടെ 5-6 തണ്ട് മുരിങ്ങയില തണ്ടുകളെല്ലാം മാറ്റി ചേർക്കുന്നുണ്ട്. മുരിങ്ങയില വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ സമയം നമുക്കിതിന് ആവശ്യമായ അരപ്പ് റെഡിയാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 5-6 ചെറിയ ഉള്ളിയും 1/4 കപ്പ് തേങ്ങയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് പേസ്റ്റ് പരുവത്തിൽ നന്നായി അരച്ചെടുക്കുക. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയില മൂത്ത് വന്ന ശേഷം ഈ ചേരുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഒത്തിരി ഇളക്കിയാൽ തൈരിൻ്റെ കട്ടി കുറയാൻ ചാൻസ് ഉണ്ട്. സാധാരണ പച്ചടി നല്ല തിക്കായാണ് പ്രിപ്പയർ ചെയ്യുന്നത്. തൈര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്വാദിഷ്ടമായ മുരിങ്ങയില പച്ചടി റെഡി. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. കൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ 2-3 ദിവസം നമുക്ക് കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളും ഈ ഡിഷ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. അടുത്ത മുരിങ്ങയില വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്